10 വർഷത്തെ ഭരണം അവസാനിച്ച് ഇടതുപക്ഷം ഇറങ്ങി. പിണറായി വിജയനെ കുറ്റം പറയുന്ന ജനങ്ങൾ പാർട്ടി സെക്രട്ടറിയെയും കൺവീനറെയും കൂടി ഒന്ന് ഓർമ്മിച്ചാൽ നന്നാകും. ഭരണം ശരിയല്ലെങ്കിൽ അത് തിരുത്താൻ ഒരു പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു. പിണറായി എന്തെങ്കിലും പറയാൻ വിട്ടാൽ അത് പൂർത്തിയാക്കാൻ വരുന്ന ഒരാൾ മാത്രമായി പാർട്ടി സെക്രട്ടറി ഒതുങ്ങി. നാക്കുമില്ല, വായുമില്ല. പിണറായി ഇത്രയും വിരുദ്ധനായി നിന്നപ്പോൾ വിളിച്ച് വിലക്കാൻ ശ്രമിച്ചോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണോ നാട്ടിൽ നടന്നത്? തമ്പുരാൻ ഞെരടിയാൽ ഞെട്ടട്ടു വീഴില്ല എന്ന മുദ്രാവാക്യം വിളിച്ച ഇടതുപക്ഷത്തെ ജനങ്ങൾ തമ്പുരാനെ മാടമ്പി ഭരണത്തിന് മുന്നിൽ തകർന്നു നിന്നു. 45 വർഷത്തെ നഗരസഭ തലസ്ഥാനത്ത് നിന്നും നഷ്ടമായി. എന്നാലെങ്കിലും ഒരു യോഗം വിളിച്ച് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചില്ല. CPM-ൽ നിന്ന് പോയവർ എന്തുകൊണ്ട് പോയി? പിണറായിയെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ വിലക്കി. അവർ പോയപ്പോൾ പോലും മൗനം പാലിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഒരു നഗരസഭ വിട്ടുപോയിട്ടും തമ്പുരാൻ കരുതി നിയമസഭയിൽ അമർന്നിരുന്നു ഭരിക്കാമെന്ന്. സ്വരാജിനെ ഒതുക്കിയപ്പോൾ ഇവർ അറിഞ്ഞില്ല ജനങ്ങൾ മടുത്തിരിക്കുകയാണെന്ന്. തമ്പുരാന് റാം മൂളി നിൽക്കേണ്ടവനല്ല പാർട്ടി സെക്രട്ടറി. പാർട്ടിയുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്യുക. പാർട്ടിയാണ് വലുത്, പാർട്ടിയിലെ ഒരു മാടമ്പി നേതാവല്ല. ഈ പാർട്ടി അതിന്റെ അന്തസ്സത്ത ചോരാതെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സ്വരാജ് തലപ്പത്തേക്ക് വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി തുടരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണ് എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാടമ്പി എന്നാകരുത്.